ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു സയൻസ് മരം വായിച്ചാലോ? 6ാം ക്ലാസ്സിൻ്റെ 3ാം യൂണിറ്റിലെ ആദ്യത്തെ പാഠം മീഠാ സന്തര. ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്ത സാഹിത്യകാരനായ യായാവർജിയുടെ ഓർമ്മക്കുറിപ്പാണ് നമ്മുടെ പാഠഭാഗം. യായാവർ കാര്യക്ഷേത്ര ബാലസാഹിത്യ കഹാനി സൻസ്മരൺ രചനായെ മീഠാ സന്തര. മീഠാ സന്തര എന്താണ് മക്കളെ സന്തര? സന്തര എന്ന് പറഞ്ഞാൽ ഓറഞ്ച് അല്ലെങ്കിൽ നാരങ്ങ എന്നൊക്കെ പറയാം. മീഠാ സന്തര എന്ന് പറഞ്ഞാലോ മധുരമുള്ള നാരങ്ങ, മധുരമുള്ള ഓറഞ്ച് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ യായാവർജിയുടെ ഒരു സൻസ്മരണാണ് മീഠാ സന്തര എന്ന് പറയുന്നത്. സൻസ്മരണം എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഏതാനും ഓർമ്മകളാണ് അദ്ദേഹം ഈ ഒരു പാഠഭാഗത്തിലൂടെ വർണ്ണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. मैं जब भी शिलोंग में बिताए दिनों को याद करता हूँ तो मुझे ബൂട്ടി കാങ് യാദ് ആത്തി ഹെ. അദ്ദേഹം എവിടെയാണ് താമസിച്ചിരുന്നത്? ഷിലോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം ഓർമ്മ വരുന്നത് ഒരു വൃദ്ധയായ കച്ചവടക്കാരിയെ കുറിച്ചിട്ടാണ്. വഹാ മേം മൽക്കി ഹിൽസ് മേം രഹതാ ഥ. അദ്ദേഹം അവിടെ മൽക്കി ഹിൽസിലാണ് താമസിച്ചിരുന്നത്. വ ഹമാരെ ഘർ കെ പാസ് ഹി ചോട്ടി സി ഗുമട്ടി മേം ബൈട്ടി മോസമി ഫൽ ഭേജ്തി തി. അപ്പോൾ ഈ വൃദ്ധയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ഒരു ചെറിയ പെട്ടിക്കടയിൽ പിന്നെ ആ സമയത്തെ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സുകൾ വിറ്റിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. സന്തരെ, കേലെ, പ്ലം, പൈനാപ്പിൾ വ ഉപലേ ശകർക്കന്ത്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് വ പിപ്പർമെൻറ്റ്. അപ്പോൾ അവരുടെ കടയിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? സന്തരെ ഓറഞ്ച് ഉണ്ടായിരുന്നു, പഴം ഉണ്ടായിരുന്നു, പ്ലം, പൈനാപ്പിൾ, ഉപലേ ശകർക്കന്ത് എന്ന് പറഞ്ഞാൽ പുഴുങ്ങിയ മധുരക്കിഴങ്ങ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, പിന്നെ പിപ്പർമെൻറ്റ്, ഇതൊക്കെയായിരുന്നു അവരുടെ കടയിൽ ഉണ്ടായിരുന്നത്. സ്കൂളിൽ ബച്ചേ ഉസ്കി നിയമിത് ഗ്രാഹക് ഥേ. അവരുടെ സ്ഥിരം കസ്റ്റമർ എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളായിരുന്നു. ഇനി അടുത്ത പാരഗ്രാഫ്. മേം ഭി ഉദർ സെ ജാത്തെ ആത്തെ ഉസ് ദുക്കാൻ സെ കുച്ച് ന കുച്ച് ഖരീദത്ത. അപ്പോൾ അദ്ദേഹം അതുവഴി പോകുമ്പോൾ ആ കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുമായിരുന്നു. തോടി ഗപ്ഷപ്പ് ബി കർത്ത. കുറച്ച് വർത്തമാനങ്ങളും പറയുമായിരുന്നു. കഭി കഭി ഉസ്കെ സാത്ത് ഉസ്കി പോത്തി ബി ബൈട്ടി ഹോത്തി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ചെറുമകളും അവരുടെ കൂടെ കാണുമായിരുന്നു. एक दिन मैं घर लौटते समय उधर से गुजरा तो उससे गपशप करने के लिए ठहर गया. അപ്പോൾ एक दिन ഒരു ദിവസം मैं घर लौटते समय उधर से गुजरा तो. അപ്പോൾ വീട്ടിലേക്ക് മടങ്ങുന്ന സമയം അതുവഴി ആ കടയുടെ വാതിൽക്കൽ കൂടെ കടന്നു പോയപ്പോൾ ഗപ്ഷപ്പ് കർണേ കെ ലിയെ ടഹർ ഗയ. അവരോട് വർത്തമാനം പറയാനായിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. മേനെ ഉസ്സെ പൂച്ച സന്തര മീഠാ ഹെ. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, സന്തര മീഠാ ഹെ, ഓറഞ്ചിന് മധുരമുണ്ടോ? ഉസ്നെ കഹ, അവർ പറഞ്ഞു, ഹാ ബഹുത് മീഠ, ഉണ്ട്, വളരെ മധുരമുണ്ട്. മഗർ ജബ് മേനെ വഹി സവാൽ ദുഹരായ തോ വഹ് ബോലി മീഠാ ഹെ തോ ക്യോൻ നെഹി മീഠാ ഹോഗ. അപ്പം അദ്ദേഹം ആ ചോദ്യം 2 പ്രാവശ്യം ചോദിച്ചു. സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യം, ദുഹരായ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക. അപ്പം ഓറഞ്ചിന് മധുരം ഉണ്ടോ എന്ന് അദ്ദേഹം പിന്നെയും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, വ ബോലി മീഠാ ഹേ തോ ക്യോൻ നെഹി മീഠാ ഹോഗ. അപ്പോൾ ഓറഞ്ച് എന്ന് പറയുന്നത് ഒരു മധുരമുള്ള ഫ്രൂട്ട്സ് ആണല്ലേ. അപ്പോൾ അവർ പറയുന്നത് ഓറഞ്ചിന് മധുരം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഓറഞ്ചിന് മധുരം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കിത്നി ചീനി ഡാലി മേനെ പൂച്ച. എത്രത്തോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്? അദ്ദേഹം ചോദിച്ചു. വ സമജ് ഗേക്ക് മേ മസാക്ക് റഹാദ. അപ്പോൾ ആ ചോദ്യം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ തമാശ പറയുകയാണ് എന്ന് അവർക്ക് മനസ്സിലായി. ബോലി ഏക് പവ, 1/4 കിലോ പഞ്ചസാര ഇട്ടിട്ടുണ്ട് എന്ന് അവർ മറുപടി പറഞ്ഞു. മേനെ കഹ ഏക് പാവ് ചീനി മേൻ തോ സ്യാദാ മീഠാ നെഹി ഹോഗ. ഒരു 1/4 കിലോ പഞ്ചസാര ഇട്ടാൽ ഇത്രയും മധുരമൊക്കെ ഉണ്ടാവുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. വ ഹസ്തേ ഹുയെ 2 ഉംഗലിയാൻ ദിഖാക്കർ ബോലി 2 പവ. അവർ ചിരിച്ചുകൊണ്ട് 2 വിരലുകൾ കാണിച്ചിട്ട് പറഞ്ഞു, 1/2 കിലോ. ഹാ തബ് തോ സരൂർ മീഠാ ഹോഗ. അപ്പോൾ എന്തായാലും മധുരം കാണും. മേനെ ഉസ്സെ കുച്ച് സന്തരെ ഖരീദെ ഓർ ഘർ ചല ആയ. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് മടങ്ങി. കുച്ച് സമയ ബാദ് മേനെ ഷിലോങ് ചോട് ദിയ. കുറച്ച് നാൾക്ക് ശേഷം അദ്ദേഹം ഷിലോങ് വിട്ട് നാട്ടിലോട്ട് വന്നു. ഓർ ഫിർ ബർസ മേരാ ഉദർ ജാന നെഹി ഹുവ.
പിന്നെ അങ്ങോട്ട് കുറേ വർഷങ്ങളായിട്ട് അങ്ങോട്ടേക്ക് പോവുക ഉണ്ടായിരുന്നില്ല. ലഗ്ഭഗ് 20 സാൽ ബാദ് മേം ഫിർ ഷിലോങ് ഗയ. ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഷിലോങ്ങിലോട്ട് പോയി. മുജെ ഉസ് ബൂട്ടി കാങ് കി യാദായി. അവിടെ ചെന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ആദ്യം ഓർമ്മ വന്നത് ആ വൃദ്ധയായ കച്ചവടക്കാരിയായിരുന്നു. ഉസ്സെ മിൽനെ മേം ഫിർ മൽക്കി ഹിൽസ് പഹുഞ്ച. അവരെ കാണുന്നതിനായിട്ട് അദ്ദേഹം മൽക്കി ഹിൽസിലോട്ട് പോയി. ഉസി ജഗ ജഹാം വ ചോട്ടി സി ഗുമട്ടി മേം ബൈട്ടി ഹുയി ഫൽ ഭേജ്തി തി. അപ്പോൾ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പെട്ടിക്കടയിലിരുന്നല്ലേ പഴങ്ങൾ വിറ്റുകൊണ്ടിരുന്നത്. ആ കടയിലോട്ട് അദ്ദേഹം അവരെ കാണാനായിട്ട് പോയി. ദുക്കാൻ തോ വഹീദി. ആ കട അവിടെ തന്നെ ഉണ്ടായിരുന്നു. മഗർ വ വൃദ്ധ കഹീ നസർ നെഹി ആയി. പക്ഷേ ആ വൃദ്ധയായ കച്ചവടക്കാരിയെ അവിടെ എങ്ങും തന്നെ കാണാനായിട്ട് സാധിച്ചില്ല. വഹാമിക്ക് യുവതി ബൈട്ടി ദി. അവിടെ അപ്പോൾ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഉസ്കെ പാസ് ഹി ഉസ്കി ചോട്ടി സി ലഡ്കി ഭി ബൈട്ടി ദി. അപ്പോൾ ആ സ്ത്രീയോടൊപ്പം ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ദുക്കാൻ വൈസി ഹി ദി ജൈസി വഹ അബ് സെ 20 സാൽ പഹലെ ഹുവ കർത്തി ഥി. 20 വർഷത്തിന് മുമ്പ് കട എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെ ആ കട ഇപ്പോഴും ഉണ്ടായിരുന്നു. മേനെ ഉസ് കാങ് സെ ഉസ് ബൂട്ടി മഹിള കെ ബാരെ മേം പൂച്ച. അപ്പോൾ അദ്ദേഹം ആ കച്ചവടക്കാരിയോട് വൃദ്ധയായ സ്ത്രീയെപ്പറ്റി ചോദിച്ചു. പതാ ചല വ ഉസ്കി നാനി ധി ജോ ആപ് നെഹി രഹി. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവരുടെ മുത്തശ്ശിയാണ് ആ സ്ത്രീയെന്നും അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുമാണ്. കുച്ച് സമയ് ഗപ്ഷപ്പ് കർ ചലത്തെ സമയ് സന്തര ലേനെ കെ ഖ്യാൽ സെ ഹമേശ കി തര ഉസ്സെ പൂച്ച. കുറച്ചു നേരം വർത്തമാനം പറഞ്ഞതിന് ശേഷം ഓറഞ്ച് എടുക്കാനുള്ള ഉദ്ദേശത്തോടെ എപ്പോഴും ചോദിക്കുന്ന പോലെ അദ്ദേഹം ചോദിച്ചു. മീഠാ ഹേ. മധുരമുണ്ടോ? വ ബോലി ബഹുത് മീഠാ ഹേ. അവൾ പറഞ്ഞു, നല്ല മധുരമുണ്ട്. മഗർ ജബ് മേനെ വഹ് പ്രശ്ന ദുഹരായ തോ വഹ് തോടാ നാരാസ് ഹോക്കർ ബോലി. അപ്പോൾ അദ്ദേഹം ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അവർ ദേഷ്യത്തോടെ പറഞ്ഞു, മീഠാ ഹേ തോ ക്യോൻ നെഹി മീഠാ ഹോഗ. മധുരമുള്ളതാണെങ്കിൽ എന്തുകൊണ്ടാണ് മധുരമില്ലേ എന്ന് ചോദിക്കുന്നത്? മേനെ ബർസോം പുരാന സവാൽ ഫിർ ഉച്ചാല കിത്നി ചീനി ഡാലി. 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചോദിച്ച ചോദ്യം വീണ്ടും ചോദിച്ചു. എത്ര കിലോ പഞ്ചസാര ഇട്ടു? വ മുസ്കുരാക്കർ ബോലി. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 1 പവ്വ, 1/4 കിലോ. മേനെ കഹ, ഇത്തനെ മേം തോ മീഠാ നഹി ഹോഗ. 1/4 കിലോ പഞ്ചസാര ഇട്ടാൽ അത്ര മധുരം തോന്നില്ല, അദ്ദേഹം പറഞ്ഞു. വ ഹസ്നെ ലഗി. അവൾ ചിരിച്ചു. ഫിർ 2 ഊങ്കലിയാ ദിക്കാക്കർ ബോലി 2 പവ്വ. ചിരിച്ചുകൊണ്ട് 2 വിരലുകൾ കാണിച്ചു പറഞ്ഞു, 1/2 കിലോ. സുൻകർ മുझे भी ഹസി ആകെ. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ചിരി വന്നു. തബ് തോ സരൂർ മീഠാ ഹോഗ. അപ്പോൾ എന്തായാലും മധുരം ഉണ്ടാവും. മേനെ സന്ത്രേ ലിയേ ഓർ പൈസേ ഉസ്കി തര ബെടാ ദിയ. അദ്ദേഹം എന്നിട്ട് ഓറഞ്ച് വാങ്ങി പൈസ അവൾക്ക് നേരെ നീട്ടി. മഗർ ഉസ്നെ പൈസ ലേനെ സെ ഇൻകാർ കർ ദിയ. എന്നാൽ അവൾ പൈസ വാങ്ങാൻ മടി കാണിച്ചു. ഷായത് ഉസ്നെ മുझे പഹചാൻ ലിയാത. ഒരു പക്ഷേ അവൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവും. മേനെ ഭി ഉസി പരി ജൈസെ നന്നി സി ലഡ്കി കോ പഹചാൻ ലിയാ ഥ ജോ അപ്നി നാനി കെ പാസ് ബൈട്ടി ഹോത്തി തി. മേനെ ഭി, അതായത് അദ്ദേഹവും ഉസ് പരി ജൈസെ നന്നി സി ലഡ്കി കോ പഹചാൻ ലിയാ ഥ, ആ മാലാഖയെ പോലുള്ള പെൺകുട്ടിയെ മനസ്സിലാക്കിയിരിക്കുന്നു. ജോ അപ്നി നാനി കെ പാസ് ബൈട്ടി ഹോത്തി തി. പിന്നെ ആ 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കടയിൽ ചെന്നപ്പോൾ ആ വൃദ്ധയായ കച്ചവടക്കാരിയുടെ ഒപ്പം ഇരുന്ന ആ പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ കട നടത്തുന്നത് എന്നുള്ള കാര്യം അദ്ദേഹവും മനസ്സിലാക്കിയിരുന്നു. ഇങ്ങനെയാണ് ഈ മീഠാ സന്തര എന്ന് പറയുന്ന ഈ പാഠഭാഗം അവസാനിക്കുന്നത്.